A fragile yet powerful layer in the upper atmosphere protects all living beings from the sun's ultraviolet radiation. Name this protective layer. എല്ലാ ജീവികളെയും അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ നിന്ന് സുരക്ഷിതമാക്കുന്ന ഒരു പവർഫുൾ ലെയർ ഉണ്ട് അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ ലെയറിൽ. അതേതാണ്? നെയിം ദിസ് പ്രൊട്ടക്റ്റീവ് ലെയർ. ആ സംരക്ഷണ കവചത്തിന്റെ, പ്രകൃതിയുടെ ആ സംരക്ഷണ കവചത്തിന്റെ പേരെന്താണ്? പെട്ടെന്ന് ആൻസർ ചെയ്യണം. വെരി ഈസി ക്വസ്റ്റ്യൻ. ദാറ്റ്സ് വൈ ബി ഫാസ്റ്റ്. എല്ലാ ജീവികളെയും അൾട്രാ വയലറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവചമുണ്ട്. ആ കവചത്തിന്റെ, ആ പ്രൊട്ടക്റ്റീവ് ലെയറിന്റെ പേരെന്താണ്? എ ഫ്രജൈൽ yet powerful layer in the upper atmosphere protects all living beings. പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. So yes, the time is over. It's time. I'm locking the question. So the correct answer, Aparnika has answered the correct answer and Janvi has also answered the correct answer. ജാൻവിയും അപർണികയും കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് Aryan, but your answer is also half of the part. You have to, Aryan വീണ്ടും ഓസോൺ, യെസ്, ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. ഓസോൺ എന്ന് എഴുതിയിരിക്കുന്നു. ഓസോൺ ലെയർ എന്ന് എഴുതിയാൽ കുറച്ചുകൂടി കറക്റ്റ് ആവും. ഓസോൺ എന്നുള്ളത് ഓക്സിജന്റെ ഒരു ടൈപ്പ് ഓഫ് ഓക്സിജൻ ആണ്. O3 എന്ന് പറയുന്നതിനെയാണ് ഓസോൺ എന്ന് പറയുന്നത്. O2 എന്നത് പോലെ O3 ആണ് ഓസോൺ എന്ന് പറയുന്നത്. അതൊരു കെമിക്കൽ ഫോം ഓഫ് ഓക്സിജൻ ആണ് ഓസോൺ. പക്ഷെ ഓസോൺ ലെയർ എന്ന് പറയുമ്പോഴാണ് കറക്റ്റ് ആൻസർ ആവുന്നത്. അതുകൊണ്ട് ആര്യന് പകുതി പോയിന്റ് കൊടുക്കാം. അപർണികയും ജാൻവിയും കറക്റ്റ് ആൻസർ പൂർണ്ണമായും ചെയ്തിരിക്കുന്നു. ദ കറക്റ്റ് ആൻസർ ഈസ് ഓസോൺ ലെയർ. ഓസോൺ ലെയർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓസോൺ ലെയർ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ആര്യൻ, യു ഗോട്ട് ഹാഫ് ഓഫ് ദ പോയിന്റ്, 1 point, which means 1 point, and Aparnika and Janvi has got 2 points for this question. Okay, Prashant sir? Yes sir, noted well sir. Okay. So I'm going to the next question.